നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങൾക്ക് ദുഃഖം വിതറുന്ന വാർത്തയാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാട്. നമുക്കറിയാം, BJP വിരുദ്ധ ചേരികളെ ആകെ ഒന്നിപ്പിക്കുന്നതിന്, രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഒട്ടേറെ നീക്കങ്ങളാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. മുതിർന്ന നേതാക്കന്മാർ സഖാവ് സീതാറാം യെച്ചൂരിയുടെ കാര്യങ്ങളെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അർദ്ധ ഫാസിസത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ തീയിൽ കുരുത്ത പോരാളിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയായും പിന്നീട് വളരെ ചെറുപ്രായത്തിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായും ഒക്കെ തന്നെ ദീർഘകാല പ്രവർത്തന അനുഭവമുണ്ട്. ദീർഘകാലം BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നിർണായക പങ്കാണ് BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുന്ന കാര്യത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നിലയിൽ നടത്തിയിട്ടുള്ളത്. BJP വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് പല സംസ്ഥാനങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനും മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും കാരണമായിട്ടുള്ളത്. വ്യക്തിപരമായി വളരെ നല്ല അടുപ്പമായിരുന്നു അദ്ദേഹമായിട്ടുള്ളത്. DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി നല്ല ബന്ധം, വ്യക്തിബന്ധവും പലപ്പോഴും ദില്ലിയിൽ വെച്ച് പല കാര്യങ്ങളിലും അദ്ദേഹം ചർച്ച ചെയ്യാനും മറ്റും അവസരമുണ്ടായിട്ടുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ രാജ്യത്ത് നടന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും വലിയ കരുത്ത് പകരുന്നതായിരുന്നു. പുതിയ തലമുറയിലുള്ളവരുമായി വലിയ ബന്ധം അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായി പരിഭാഷകനായി സംസാരിക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ എന്റെ പ്രസംഗങ്ങളിൽ പരിഭാഷകനായ വ്യക്തിക്ക് വേണ്ടി വോട്ട് ചോദിച്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു. മന്ത്രി V. മുഹമ്മദ് റിയാസ് ആണ് സീതാറാം യെച്ചൂരി അനുസ്മരിക്കുന്നത്.